മുത്തുമണീസ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ പരിപാടീസൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ വറുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്, പക്ഷേ മെനക്കെട്ടാലേ ടേസ്റ്റ് കാണും കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ സ്കൂളിലുള്ള ദിവസം ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര മെനക്കെടാണ്. പിന്നെ ഞാൻ ഇന്ന് കുറച്ച് മെനക്കെടാമെന്ന് വിചാരിച്ചത് ഇന്ന് നമ്മുടെ പൊന്നൂസിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇന്നലെയായിരുന്നു മൂന്നുകുട്ടൻ്റെ ബർത്ത്ഡേ. ഇന്നലെ നമ്മൾ രണ്ടുപേരുടെയും കൂടെ ബർത്ത്ഡേ നല്ല പോലെ ആഘോഷിച്ചു. എങ്കിലും ഇന്ന് പൊന്നുവിൻ്റെ ബർത്ത്ഡേ ആണല്ലോ, നമ്മൾ ഇന്നലെ ആഘോഷം എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പുത്തനൊക്കെ ഇട്ട് സ്കൂളിൽ മുട്ടായിയൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലഞ്ചും കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ. ഇന്നലെ നെയ്ച്ചോറും ബീഫ് കറിയുമാണ് വെച്ചത്. ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറി. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ബീഫ് കിട്ടൂല കേട്ടോ. അതുകൊണ്ടാണ് നെയ്ക്കകത്ത് കുറച്ച് നേരം നമ്മൾ ഈ കഴുകിയെടുത്ത് അരി ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് ആ ചോറിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ പിന്നെ നെയ്ച്ചോറൊക്കെ വയ്ക്കുമ്പോൾ നല്ലോണം നെയ്യ് ചേർക്കും, പിശുക്കൊന്നും കാണിക്കത്തില്ല കേട്ടോ. മൂന്നുകൂട്ടനായാലും നെയ്യ് ദോശക്കകത്തൊക്കെ കുറച്ച് തോനെ ഒഴിച്ച് കൊടുക്കുന്നതാണ് ഇഷ്ടം. നെയ്യുടെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞറിയിക്കേണ്ട, പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നില്ല കേട്ടോ. അല്ലാതെ നമ്മൾ ഏത്തക്കയാണെങ്കിൽ നെയ്യിൽ പൊഴിച്ചൊക്കെ കൊടുക്കും ഞാൻ പൊന്നുവിനും മൂന്നുകൂട്ടനൊക്കെ. അത് കഴിഞ്ഞ് വെള്ളം അളന്ന് വെള്ളമെല്ലാം ഒഴിച്ച് കുറച്ച് നമ്മുടെ നാനുണ്ടല്ലോ, അണ്ണൻ പറയും നാൻ ഇടണമെന്നേ, അതുകൊണ്ട് 4 ഇല നാനും ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ലോണം നല്ല മല്ലിയില കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പണ്ടൊക്കെ എനിക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലായിരുന്നു, മണം പിടിക്കത്തില്ലായിരുന്നു, ടേസ്റ്റെല്ലാം മണം പിടിക്കത്തില്ലായിരുന്നു. ഇപ്പം മല്ലിയില ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതാണ്ട് വാരി വിതറിയിട്ടുണ്ട് മല്ലിയില. അത് കഴിഞ്ഞ് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് അടച്ച് വെച്ച് ആദ്യം തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് അങ്ങ് കുറച്ച് വെച്ചാൽ അവിടെ ഇരുന്ന് പിതുക്കെ വെന്തോളും. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പണി വാളി കുഴഞ്ഞ് ഇതായിപ്പോവും, അതുപോലെ വേവത്തുമില്ലായിരിക്കും. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും സെറ്റാവും. ചിക്കൻ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് വറുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചിക്കൻ വറുത്ത് കോരിയതിന് ശേഷം ആ എണ്ണയിലാണ് ഞാൻ കറി വെക്കുന്നത്, എങ്കിലേ അതിന് ടേസ്റ്റ് ഉണ്ടായിരിക്കും. ആ എണ്ണയിൽ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നമ്മുടെ സവാളയൊക്കെ നന്നോണം വരട്ടി എടുത്തിട്ട് മസാലപ്പൊടികളും ചേർത്ത് ഞാൻ കുക്കറിൽ 2 വിസിലടിക്കും. കണ്ടേ എൻ്റെ ചക്കരവേവ് നേരത്തെ എണീറ്റ് വിളിക്കാതെ എണീക്കുന്ന എൻ്റെ പൊന്ന് ചക്കര വേവ്, നമ്മുടെ പൊന്ന് ചക്കര വേവ്. പല്ലിയേക്കണ്ടേ? ഇന്ന് ഞങ്ങൾക്ക് നേരത്തെ സ്കൂളിൽ പോകണം. വലിയ മോനുണ്ടാ ബർത്ത്ഡേ ബോയും ബർത്ത്ഡേ ഗേളായിട്ട് നിൽക്കണം. പൊന്നും എണീറ്റിട്ടില്ല. അപ്പം ഇന്ന് ഞാൻ സ്കൂളിൽ എൻ്റെ ബർത്ത്ഡേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് മോനൂട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊന്നൂസ് മോനോട് ഒരു സെറ്റായി നിൽക്കുകയാണ്. സ്കൂളിലേക്ക് മുട്ടായി കൊണ്ടുപോവാണ് കേട്ടോ. പുതിയ ഷൂവും ഷോക്സൊക്കെ ഇട്ട്. മോനൂട്ടൻ അതിൽ തന്നെ ഉണ്ടല്ലോ ബോക്സ്. ഉണ്ടോ മോനൂട്ട? ബാഗ് മാറ്റിയായിരുന്നോ മോനൂട്ടൻ അന്ന് ലാസ്റ്റ് ഡാൻസ് പ്രാക്ടീസിന് പോകാൻ നേരം? വെള്ളമൊക്കെ കുടിച്ച് സെറ്റായി, സുന്ദരനായി സുന്ദരിയായി.